പോയിട്ടുണ്ടോ വയനാട്ടിൽ? പോയിട്ടുണ്ടോ? അല്ലല്ല, സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഒരു പഞ്ചായത്തിലെ 3 വാർഡ്, നാട് മുഴുവൻ ഒലിച്ചു പോയി എന്നൊന്നും പറയരുത്. ഒരു പഞ്ചായത്തിലെ, ശരിയാണ്, നാട് മുഴുവൻ എന്നുള്ള വാക്കിനോട് തന്നെ എന്റെ ഇത്. ആയിക്കോട്ടെ, അല്ലല്ല നിസ്സാരമല്ലല്ലോ, അതുകൊണ്ടല്ലേ. സാങ്കേതികത്വം അല്ല എന്റെ സുഹൃത്തെ, നിയമം, നാട്ടിലെ നിയമം. ഒരു ലേശ ഉളുപ്പ്, ഇച്ചിരി മതി, തോനൊന്നും വേണ്ട, കുറച്ച്. വെറുതെ ഒരു 3 വാർഡ്, ഒരു പഞ്ചായത്തിന്റെ കുറച്ച് ഭാഗം, ഒരു 400 ആൾക്കാർ, ഇത്രേ ഉള്ളൂ. ഒരു 600 ആൾക്കാരെ വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അവിടുത്തെ കന്നുകാലി, അത് ഇത്, വണ്ടി വാഹനം, ബിൽഡിങ്, വീട്, അത് ഇത്, അത്രയല്ലേ ഉള്ളൂ. വെറും സിമ്പിൾ, വെറുതെ നമ്മുടെ രോമത്തിന്റെ അത്രയേ ഉള്ളൂ. അതിനാണോ നിങ്ങൾ ഇങ്ങനെ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത്? അതിനാണോടോ തൻ്റെ പ്രധാനമന്ത്രി അന്ന് കെട്ടി ആകാശത്തു കൂടെ താഴത്തിറങ്ങി വന്നിട്ട് 4 ഭാഗത്ത് ക്യാമറാമാനെ വെച്ചിട്ട് കണ്ണ് കണ്ട സ്ഥലത്തൊക്കെ പോയിട്ട് നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് കൊച്ചിനെ കളിപ്പിക്കുന്നതും താടിമ പിടിപ്പിച്ചതും 4 പ്രസംഗങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് ഒലത്തി തരും എന്ന് പറഞ്ഞാൽ അതിനായിരുന്നോടോ? ഒരിച്ചിരി ഉളുപ്പുണ്ടോ നിനക്കൊക്കെ ഇങ്ങനെ വന്ന് ചിലയ്ക്കാൻ വേണ്ടിയിട്ട് പത്രത്തിൻ്റെ മുമ്പിൽ വന്നിട്ട്? വെറും 3 വാർഡ്, 3 വാർഡിലെ 400 ആൾക്കാരാടോ മരിച്ചത്, 600 കുടുംബങ്ങളാടാ ഇല്ലാതായത്. പിന്നെ അവിടെ നഷ്ടങ്ങൾ എത്രമാനം നഷ്ടങ്ങളുണ്ടോ? ഇത് ആൾക്കാരെ, മനുഷ്യന്മാരെ കണക്കാ, മൃഗജാലങ്ങളും അതും ഇതുമായിട്ട് എത്ര നഷ്ടം ഉണ്ടോ? ഇത്ര സിമ്പിളായിട്ട് എങ്ങനെ നിനക്കത് പറയാൻ തോന്നിയത്? അന്ന് നീയും നിന്റെ കോവിയേട്ടനൊക്കെ അവിടെ പോയിട്ട് എന്തോ കേന്ദ്രം ഒലത്തി തരും, ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നോന്നുള്ള പറഞ്ഞിരുന്നത്. എന്നിട്ടിപ്പം ഒരു ഉള്ളിപ്പും ഇല്ലാണ്ട് ഈ STRF ഫണ്ടും ഈ NDRF ഫണ്ടിൻ്റെയൊക്കെ കിട്ടിയ പൈസ അത് ഞങ്ങൾ അങ്ങോട്ട് തന്നിട്ടുണ്ട്, അത് വെച്ച് അങ്ങോട്ട് സമാധാനിച്ചോ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ കിട്ടേണ്ട പൈസ ഇടും. അതല്ലാത്ത അവസ്ഥയിലോട്ട് ഈ നാട് എത്തിയതുകൊണ്ടാണ് പൈസ ചോദിച്ചത്. പിന്നെ നീ ന്യായീകരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ അടുത്താണ് ഇപ്പോഴും ഈ പറഞ്ഞ ഫയൽ അങ്ങോട്ട് എത്തിയില്ല എന്ന്. അതുണ്ടെങ്കിൽ നീ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. മുഖ്യനും കുറേ കാര്യങ്ങളൊന്നും ചലച്ചിരുന്നു, എന്തോ ഒലത്തി കൊടുക്കുന്നൊക്കെ. അതൊന്നും എവിടെ എത്തിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇങ്ങനെ കേന്ദ്രത്തിന് ന്യായീകരിക്കും. നിന്റെ പ്രധാനമന്ത്രി അന്ന് അവിടെ വന്നിട്ട് അങ്ങനെ തന്നെ പറയുള്ളൂ, നിന്റെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയാൻ തോന്നുന്നില്ല. പിന്നെ അയാളെ കാട്ടിക്കൂട്ടൽ അങ്ങനെയാണ്. അന്ന് അവിടെ വന്നിട്ട്, അവിടെ വന്നത് വെറുതെ മൂപ്പരെ കുടുംബത്തിൽ നിന്ന് എടുത്ത പൈസ എടുത്തിരുന്നല്ലോ, എല്ലാവരും കൊടുത്ത നികുതി പൈസ എന്നാണ് പുള്ളി അത്രയും ചെലവിട്ട് അവിടെ വന്ന് പുള്ളിക്ക് 10 സ്ഥലത്ത് ഡ്രോൺ ക്യാമറ അടക്കം 4 ക്യാമറയും സെറ്റും കാര്യങ്ങളും വെച്ച് പുള്ളി സ്ലോ മോഷനിൽ നടക്കുന്നു, ചാടുന്നു, ഓടുന്നു. പുള്ളിക്ക് ഇത്രയും എന്താ പറയുക, കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നമ്മുടെ പ്രധാനമന്ത്രി ഇതാ അടുത്തടുത്തടുത്ത് വരുന്നു, വയനാടിൻ്റെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഈ ദുരന്തം ബാധിച്ച ആൾക്കാർക്ക് ഇതാ കോടികൾ വിതറി കൊടുക്കാൻ പോകുന്നു, ഞങ്ങൾ അവിടെ അത് വെക്കുന്നു, ഇത് വെക്കുന്നു, മണ്ണാങ്കട്ട, മലപ്പുറം കത്തിയും. അവസാനം ഒരുമാതിരി കൂതറ ഡയലോഗായിട്ട് വെറും 3 വാർഡല്ലേന്ന്. നാണുണ്ടോ എനിക്കൊക്കെ ഇത്ര കൂളായിട്ട് വന്ന് പറയാൻ? നിങ്ങളുടെ ആ പത്രസമ്മേളനം മൊത്തം കേൾക്കണം. ഇന്ന് മുരളീധരൻ പറഞ്ഞ പത്രസമ്മേളനം 34-35 മിനിറ്റിലൊരു പത്രസമ്മേളനം ഒന്ന് കേട്ട് നോക്കണം. ഫുള്ള് ന്യായീകരണ. ഞങ്ങൾ എന്തിന് ആന്ധ്രക്ക് പൈസ എടുത്തു, എന്തിന് ബീഹാറിന് പൈസ എടുത്തു, എന്തിന് ഗുജറാത്തിന് കൊടുത്തു, എന്ത് UP ക്ക് കൊടുത്തു, അത് ബഡ്ജറ്റിൽ ഉണ്ടാക്കിയ പൈസ ആയിരുന്നു, അത് ഞങ്ങൾ ആ സമയത്ത് കൊടുത്തതാണ്, അതാണ് ഇതാണ്. എടാ അവിടെയൊക്കെ കൊടുത്തത് എന്ത് ഡാഷെങ്കിലും പോയി കാണിക്കടോ. കൊടുത്തോ, അവിടെയൊക്കെ ഇഷ്ടം പോലെ കൊടുത്തോ. നിങ്ങൾ എന്ത് കണക്ക് വെച്ചിട്ടാണ് കൊടുത്ത പൈസ? അവിടെ ഈ പറഞ്ഞ ദുരന്തങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അവിടെ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ എത്ര ആളുകൾ മരിച്ചു, എത്ര നഷ്ടം ഉണ്ടായി? എടാ അതിൻ്റെ ഒക്കെ 4 ഇരട്ടി 10 ഇരട്ടിയോളം നഷ്ടം വയനാട്ടുണ്ടായിട്ടുണ്ട്. നിനക്ക് വെറും ഒരു 3 വാർഡിൽ അതങ്ങോട്ട് ഒതുങ്ങിപ്പോയി. 5 പൈസ കൊടുക്കുക ഇല്ലാത്ത പ്രധാനമന്ത്രി എന്തൊക്കെ അങ്ങോട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇവിടെ വന്ന് അങ്ങ് ഡൽഹിയിൽ എത്തുന്നതിന് മുമ്പ് ഇവിടെ വേറെ എന്തോ വരുന്ന ഇനി കോവി പറഞ്ഞിരുന്നു. ഇപ്പോൾ കോവിനൊന്നും ആ വഴിക്ക് കണ്ടിട്ടില്ല. കോവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കോവി പത്രക്കാരെ തട്ടി മാറ്റി 4 ഷിറ്റും പറഞ്ഞു പോകും. ഷിറ്റ് കോവി, അതിന് മാത്രം പറ്റുന്ന ഒരു കേന്ദ്രമന്ത്രി. ഇനി അടുത്ത നവ്യ ഹരിദാസനം ജയിപ്പിച്ചിട്ട് അങ്ങോട്ട് അടുത്ത കേന്ദ്രമന്ത്രിയാക്കാൻ കൊണ്ട് നടക്കുന്നുണ്ട്. ഇയാൾക്കൊക്കെ വല്ല ബോധമുണ്ടോ എനിക്കൊക്കെ? എന്നിട്ട് ഇവിടെ വന്ന് കിടന്ന് ന്യായീകരിച്ച് മെഴുകിക്കൊണ്ടിരിക്കുക. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ടതാണ്, നമുക്ക് കിട്ടേണ്ടതല്ല, അതാണ് ഇതാണെന്നും പറഞ്ഞിട്ട്. ഞാനതല്ല നോക്കുന്നത്. പുള്ളി പറഞ്ഞാൽ വേറെ 1-2 കാര്യങ്ങൾ പോയിന്റ് ഉണ്ട്. ഇന്ന് മുരളീധരൻ പറഞ്ഞ കാര്യങ്ങളില്ല. അതായത് ഈ പറഞ്ഞ 4-5 മാസമായിപ്പത് 1000 വീടിൻ്റെ മേലെ നമ്മൾ കണക്കെടുത്ത് നോക്കുക. ഓരോ ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ 2 വീട്, 4 വീട്, 10 വീട്, 50 വീട്, 100 വീട് എന്ന് പറഞ്ഞ് കണക്ക് നോക്കുകയാണെങ്കിൽ 1000 വീടിൻ്റെ മേലെയും പല ആൾക്കാർക്ക് പല ധനസഹായം നൽകാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. എന്തേ ഈ പറഞ്ഞ പിണുവാണ്ടിക്ക് ഇതിൽ ഒരാളെ പോലും വിളിച്ചിട്ട് അല്ലെങ്കിൽ സംഘടനകൾ വിളിച്ചിട്ട് എന്തേ നിങ്ങൾക്കന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാത്തത്?
നിങ്ങൾ എത്ര സംഘടനകളെ നിങ്ങൾ വിളിച്ചു, ഗവൺമെൻറ് വിളിച്ചു, എന്നിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് പദ്ധതികൾ ഉണ്ടാക്കി ഇവരുടെ പുനരധിവാസവും ബാക്കി കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ ചെയ്യുന്നില്ല? അപ്പോഴേക്കും നമുക്ക് കേരളീയം നടത്തണമല്ലോ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് അടുത്ത നവകേരളം നടത്തണം. അതല്ലെങ്കിൽ 4 കാഫിർ സ്ക്രീൻഷോട്ടും അതിൽ സിറാജിലും മറ്റേ സുപ്രഭാതത്തിലും ഒക്കെ 4 ഇത് കൊടുത്തിട്ട് സരിനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം, അതല്ലെങ്കിൽ നമ്മുടെ BJP-ക്കാരെ ജയിപ്പിക്കണം. അതിൽ നമ്മൾ തിരക്കായപ്പോൾ നമ്മൾ ഇതൊക്കെ മറന്നുപോയി. മരുവനങ്ങ് ഡെയിലി ഇട്ട് കൊടുക്കുക, പാലത്തുമ്പിൽ മറ്റേ LED ബൾബും വെച്ചിട്ട് അതിൻ്റെ 4 സ്ക്രീൻഷോട്ട് എടുത്തങ്ങ് ഇട്ടു, കേരളം വികസിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട്. മരുവൻ്റെ പോക്കറ്റും മോളെ ഇതുവാ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് 4 പോസ്റ്റ് ഇട്ട്. വയനാട്ടിലെ ആൾക്കാരെ കാര്യം ചോദിച്ചാൽ ഒന്നുമില്ല, എന്തോ ഒലത്തിയിരുന്നു, എന്തോ ഒരു ടൂറിസം, വയനാട് പുതിയ എന്തോ ടൂറിസം കൊണ്ടുവരും, അങ്ങോട്ട് ആൾക്കാർ അങ്ങോട്ട് പ്രവഹിക്കുന്നു പറഞ്ഞിട്ട്. ആദ്യം അവിടെ വീട് നഷ്ടപ്പെടും, വീട് കൊടുക്കുക, അല്ലെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ കാര്യം ചെയ്തു കൊടുക്കുക. എന്തായാലും കേന്ദ്രം താടിജി എന്തായാലും തരാൻ പോകുന്നില്ല, സംസ്ഥാനം നിങ്ങളേതായാലും ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഈ 2 കൂട്ടരും കൊടുക്കണ്ട. ഇതിൻ്റെ ഒരു മൂന്നാമത്തെ കുറേ ആൾക്കാരുണ്ട്, പല സന്നദ്ധ സംഘടനകളും മറ്റു പല പാർട്ടിക്കാരും വന്നിട്ട് പലതും ഉണ്ടാക്കി തരാൻ. നിങ്ങൾ അവരെ വിളിക്കുക, അവരെ വിളിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അവരോട് അതുണ്ടാക്കി, അത് പെട്ടെന്ന് നടക്കും. അത് ഉണ്ടാക്കി പാവപ്പെട്ട വയനാട്ടിലെ കഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക. എന്നിട്ട് വേണം നീയൊക്കെ ഒന്ന് ചിലയ്ക്കാൻ. ഇവിടെ സംസ്ഥാനം ഭരിക്കുന്നതും ഇന്ത്യ ഭരിക്കുന്നതും, കേന്ദ്രവും നമ്മുടെ സംസ്ഥാനം, 2 വൃത്തികെട്ട സർക്കാരുകൾ. ആർക്ക് എന്ത് എങ്ങനെ ചെയ്യണം എന്നറിയാണ്ട് കൊടുക്കുന്നവൻ എന്നെ കൊടുത്ത് കിട്ടാണ്ട് പാവപ്പെട്ടവനൊന്നും കൊടുക്കാണ്ട് അവനിട്ട് നരകിപ്പിച്ച് ജീവിപ്പിക്കാൻ ഈ 2 ഇത് തന്നെ ഡിക്റ്റോ കോപ്പി. ഇതുപോലത്തെ 2 എണ്ണത്തിനെ പടച്ചു വിട്ടതുകൊണ്ട് ഈ നാട് ഇപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുന്നു. കഷ്ടം.